ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കയിലും ചൂരൽമലയിലും കാണാതായ 134 പേരുടെ ചിത്രങ്ങളും വിവരങ്ങളും പുറത്തുവിട്ട് സർക്കാർ. ദുരന്തബാധിത മേഖലയിൽ തിരച്ചിൽ 9ാം ദിവസവും തുടരുന്നു. നാശനഷ്ടം സംബന്ധിച്ച റവന്യൂ വകുപ്പ് കണക്കെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. പുത്തുമലയിൽ കൂട്ടസംസ്കാരം നടത്തിയ സ്ഥലം വേലി കെട്ടി തിരിച്ച് സംരക്ഷിക്കും. മുൻദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകം അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇന്നത്തെ തെരച്ചിൽ. കാണാതായ 134 പേരുടെ പട്ടിക ഇന്ന് പുറത്തുവന്നു. 71 പേരുടെ ചിത്രങ്ങളും മറ്റുള്ളവരുടെ പേരുവിവരങ്ങളുമാണ് സർക്കാർ പരസ്യപ്പെടുത്തിയത്. പട്ടിക കൂട്ടിച്ചേർക്കലോ മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാം. ചാലിയാറിൽ നടത്തിയ തിരച്ചിലിൽ ഇന്ന് ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തി. നിലമ്പൂർ മൈലാടിപ്പാലത്തിന് സമീപമാണ് ശരീരഭാഗം കണ്ടെത്തിയത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ സംസ്കരിച്ച പുത്തുമലയിലെ സ്ഥലം വേലികെട്ടി തിരിച്ച് സംരക്ഷിക്കാനാണ് സർക്കാർ തീരുമാനം. ഭാവിയിൽ ആരെങ്കിലും തിരിച്ചറിഞ്ഞെത്തിയാൽ പ്രാർത്ഥിക്കാനും അന്തിമോപചാരം അർപ്പിക്കാനും സൗകര്യമൊരുക്കും. ദുരന്തത്തിലെ നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പും റവന്യൂ വകുപ്പ് തുടങ്ങി. ഉരുൾപൊട്ടൽ കൂടുതൽ ബാധിച്ച മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഓരോ വീടുകളിലും കയറിയിറങ്ങിയാണ് റവന്യൂ സംഘം പരിശോധന നടത്തുന്നത്. ഇവിടെ ഞങ്ങൾ ഇപ്പോൾ 2 ദിവസം കൂടിയുള്ള ക്യാമ്പിൽ നിന്ന് വരാൻ. ക്യാമ്പിൽ നിന്ന് വന്നാൽ എവിടെ പോകും? ജോലിയില്ല, ഒന്നുമില്ല, 1 രൂപ പോലും എടുക്കാനില്ല. അന്നന്ന് കിട്ടി കഴിയുന്ന ഒരാളാണ്. ഇനി മക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും അറിയുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അടുത്ത അയൽവാസികളൊക്കെ കുറേ മരണപ്പെട്ടു പോയി. ഇനി ഇവിടെ അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ഒന്നുമില്ല. ഇതിനാണെങ്കിൽ കുറച്ച് ലോൺ എടുത്തിട്ടാണ് ഞാൻ വീട് വെച്ചത്. പരിശോധനയ്ക്ക് ശേഷം വീടുകൾ താമസയോഗ്യമാണോ എന്ന് ഉറപ്പുവരുത്താമെന്നാണ് അധികൃതരുടെ തീരുമാനം. ടീം 24 വയനാട്.